ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ജീസസ് കെയിം ഇൻ ടു ഗാലിലി പ്രീച്ചിങ് ദി ഗോസ്പൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സുവിശേഷം. മർക്കോസ് 1:1 നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും ദൈവത്തിൻ്റെ സുവിശേഷവും ഒന്നു തന്നെയാണ്. യേശുക്രിസ്തു പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് തൻ്റെ സുവിശേഷം നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ താൻ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം 15-ാമത്തെ വാക്യം എന്താണ് ഈ സുവിശേഷം എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. യേശുക്രിസ്തുവാണ് ഒന്നാമത് സുവിശേഷം. 15-ാമത്തെ വാക്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവാണ് സുവിശേഷം. യേശുക്രിസ്തു പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭരണം യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ ഈ ലോകത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അങ്ങനെ ആ ഭരണത്തിൻ്റെ കീഴിലേക്ക് നാം ഓരോരുത്തരും വരുന്നതെങ്ങനെയാണ്? നാം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോഴാണ്. അവിടെ 2 ഘടകം നമുക്ക് കാണാൻ കഴിയും. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ മാനസാന്തരവും വിശ്വാസവും. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് തിരിയണം, ദൈവത്തിൽ വിശ്വസിക്കണം, ക്രിസ്തുവിനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന മാനസാന്തരപ്പെട്ടവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കുന്നവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ 18-ാം വാക്യം തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. 17-ാമത്തെ വാക്യം, യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു. അപ്പോൾ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച ആൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് യേശുവിനെ അനുഗമിക്കുക. ജീവിതത്തിൻ്റെ അവസാനത്തോളം, കർത്താവിൻ്റെ 2ാമത്തെ വരവോളം യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു വ്യക്തി, അങ്ങനെ അനുഗമിക്കുന്നൊരു വ്യക്തിയാണ് ദൈവരാജ്യത്തിലേക്ക്, വരാനുള്ള ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിലുണ്ട്. അത് ആത്മീക രാജ്യമാണ്. ആ ആത്മീക ദൈവരാജ്യത്തിലേക്ക് നാം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നാം പ്രവേശിക്കുന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന ആൾ ഇനി ചെയ്യേണ്ടത് ജീസസിൻ്റെ ശിഷ്യനായി എല്ലാം വിട്ടു എന്ന് പറയുമ്പോൾ നമുക്കുള്ള വീട്, നമുക്കുള്ള വണ്ടി, നമുക്കുള്ള ജോലി എല്ലാം വിട്ട് വേറെ ഏതോ സ്ഥലത്ത് തനിച്ചു പോയിരിക്കുന്ന പാർക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ. എല്ലാം ഉള്ളപ്പോൾ തന്നെ, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ തന്നിരിക്കുന്ന കാര്യങ്ങളുള്ളപ്പോൾ തന്നെ അതിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രയത്നവും നമ്മുടെ അധ്വാനവും നമ്മുടെ ഇൻറ്റൻഷൻസും നമ്മുടെ എല്ലാം അതിൽ മാത്രം വെക്കാതെ ജീസസിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനായി തീരുക. ജീസസിനെ എല്ലാ കാര്യങ്ങളിലും അനുഗമിക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ വരുന്ന ഒരു വ്യക്തിക്കാണ് വരാനുള്ള ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം എന്ന് വളരെ വ്യക്തമായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ജീസസിൻ്റെ ശിഷ്യനായി തീരുക എന്നുള്ള വിളിയാണ് നമ്മളെല്ലാവരെയും വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് കണ്ടിട്ടാണ് ജീസസിനെ അനുഗമിക്കുന്നത്? 1-ാം അധ്യായം നമ്മൾ ഞായറാഴ്ച ദിവസം പകൽ വായിക്കുവാനിടയായി, മനസ്സിലാക്കാനിടയായി, യേശു ക്രിസ്തുവാണ്, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു കർത്താവാണ്, ആത്മാവിൻ്റെ സ്നാനം നൽകുന്നവനാണ്. അടുത്തത് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് സ്നാനം നൽകി നവീകരണം തരുവാൻ യോഹന്നാൻ പറഞ്ഞതുപോലെ എന്നേക്കാൾ ശക്തനായിരിക്കുന്നവൻ,
അത് യഹോവയായ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ സാക്ഷാൽ ദൈവമായിരിക്കുന്ന ദൈവരാജ്യം ഇനാഗ്രേറ്റ് ചെയ്ത് ദൈവരാജ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പുത്രനെ, ഈ പുത്രനെ യഥാർത്ഥമായി മനസ്സിലാക്കി അനുഗമിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ശിഷ്യന്മാർ നോക്കിക്കേ, അവിടെ 18-ാമത്തെ വാക്കിൽ ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു. 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉടനെ അവരെയും വിളിച്ചു. ആരെ? 19-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, സെബദി മക്കളെ യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കർത്താവ് വിളിച്ചു. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെയും കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഒരു ഗ്രൂപ്പ് അവർക്കുള്ളത്, അവരുള്ള സമ്പത്ത്, അവരുള്ള പടകിനെ വിട്ടുപോയി. എന്നാൽ അടുത്തത് പടകിനെ മാത്രമല്ല, ആ ബന്ധം, റിലേഷൻഷിപ്പ്, അപ്പനെയും കൂലിക്കാരെയും. അപ്പം ക്രിസ്തു ശിഷ്യനായി തീരണമെങ്കിൽ ഒന്ന്, നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കണം, ക്രിസ്തുവിനെ അനുഗമിക്കണം. 2, നമ്മൾക്കുള്ള ബന്ധത്തേക്കാൾ, അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാവരേക്കാൾ കൂടുതൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. അങ്ങനെ അനുഗമിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവരുമാറാകട്ടെ. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ആരും വരുവാനിടയാകല്ലോ. അപ്പനെ കൂടുതലോ മക്കളെ കൂടുതലോ ഒന്നും ആരും ഇതിനിടയ്ക്ക് വരുവാനിടയാകില്ല. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സ്വന്തം ജീവനേക്കാൾ അധികം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിച്ച് അനുഗമിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യം ഈ 1-ാം അധ്യായം മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ മാത്രമല്ല, തുടർമാനമായി നമ്മുടെ വായനയിൽ ഈ കാര്യം നമ്മുടെ മനസ്സിൽ വരട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.